ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകുമോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് സാധ്യമാകുന്നത്, സഫലമാകുന്നത് എന്നൊക്കെ ആണ് ഇപ്പോൾ ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നോക്കിയിരിക്കുന്നുണ്ടാവും. അതിൽ ഏതൊക്കെ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ സാധ്യമാവാൻ പോകുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ചെയ്യുന്ന സപ്പോർട്ടിന്, ചെയ്തു തന്നിട്ടുള്ള സപ്പോർട്ടിന്, ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി നന്ദി നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് വരാൻ. അതുപോലെ തന്നെ റീഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ അല്ല, പേയ്മെൻ്റ് ഉള്ളതാണ്. എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഉടനെ സാധ്യമാകാൻ പോകുന്നത്? ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനാണ് വന്നിരിക്കുന്നത്, കണ്ടല്ലേ? ഇവിടെ 7 നമ്പറാണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോഴും ഒരെത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥ, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരു കാര്യങ്ങളിലും മുന്നോട്ട് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നില്ല. അത് പിന്നെയാട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ഒരു മാനസികമായ ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോൾ. അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വന്നെടുത്താൽ പോലും നിങ്ങൾക്ക് അതിനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല, മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊരു ധൈര്യം കിട്ടുന്നില്ല. അത്തരം ഒരവസ്ഥയിൽ ഇരിക്കുന്ന എനർജിയാണ് പലർക്കും ഇവിടെയുള്ളത്. എന്തിനാണ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. സ്റ്റക്കായിട്ട് നിൽക്കാൻ പാടില്ല. പലരും ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. സ്റ്റക്കായിട്ട് നിൽക്കാൻ പാടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓൺലൈൻ വഴി ബിസിനസ് നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അതിനു വേണ്ടി സ്പിരിച്വൽ വർക്ക് ചെയ്യുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രം മതിയാവും. അതിനുള്ള കോൺഫിഡൻ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്, അത്രമാത്രം മതി. മനസ്സിലായോ? വെറുതെ നിങ്ങൾ പേടിച്ച് വിറച്ചിട്ട് ഒരു കാര്യത്തിലും പുറപ്പെടാൻ നോക്കരുത്. ആ ഒരു പേടി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും നെഗറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മെൻറ്റാലിറ്റി ഡൗൺ ആക്കുന്ന എനർജിയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന എനർജിയിലൂടെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് എവിടെയാണ് സക്സസ് ആവുന്നത്? അതുകൊണ്ട് നിങ്ങൾ ആ ഡൗൺ ആക്കുന്ന എനർജിയെ കളയുക. നിങ്ങൾ മുകളിലേക്ക് വരിക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഞാനിതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കിത് വിജയം ലഭിക്കും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും മുന്നോട്ടൊരു കൈ എടുക്കുക, മുന്നോട്ട് ശ്രമിക്കുക. അത് പരാജയപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കിവിടെ സക്സസ് വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരിക. തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ സക്സസ് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? ഈ ഒരു അവസ്ഥയിലാവരുത്. ഈ അവസ്ഥ വേണ്ട. ഇവിടെ നിന്ന് ഇതിനിവിടെ ഒരു മോചനം വരുത്തണം. നിങ്ങളാണ് അതിന് ശ്രമിക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. നിങ്ങൾക്കാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകേണ്ടത്. മനസ്സിലായില്ലേ? ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തിനെങ്കിലും പ്ലാൻ ചെയ്ത് വയ്ക്കുക, അത് തുടങ്ങാൻ തുടങ്ങും. പിന്നെ വീണ്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുറകോട്ട് പോവരുത്. മുന്നോട്ട് തന്നെ വന്നോളൂ. ഒരു കാര്യത്തിന് നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ പുറകോട്ട് നിങ്ങളുടെ മനസ്സിനെ വലിക്കാൻ പാടില്ല. മുന്നോട്ട് തന്നെ വരിക. ഈ മുന്നോട്ട് വരുന്ന അവസ്ഥയിലാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. നിങ്ങൾ മെൻ്റലി സ്ട്രെങ്ത് കൊടുത്തിട്ട് സ്പിരിച്വലി വർക്ക് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരിക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വലിയ സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങളങ്ങനെ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കണ്ടില്ലേ? 1+10 ഒരു തുടക്കം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്സിൽ നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക. മുന്നോട്ട് വരാതെ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും സാധിക്കാൻ പറ്റില്ല. നിങ്ങളത് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ പ്രകാശം കാണാൻ സാധിക്കും. ഈ പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നാൽ എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യം നിങ്ങളുടെ മനസ്സിന് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിലെ ഏത് കാര്യത്തിലായാലും
ബിസിനസ് കാര്യങ്ങളിലാണോ, അഥവാ ഇനി പഠിക്കുന്ന കാര്യത്തിലാണോ, മറ്റെവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി പോകുന്ന കാര്യത്തിലാണോ, അതല്ല ഇനി റിലേഷൻഷിപ്പിലാണോ, എവിടെയായാലും ചിലപ്പോൾ പുതിയ വിവാഹങ്ങൾ വരുന്നു, അതിനു വേണ്ടിയാണോ, അല്ല വേണ്ട ഇത് വേണ്ട ഇപ്പോൾ വേണ്ട നീക്കി വെക്കുക, അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രകാശം കാണാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ പ്രകാശം കണ്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളിച്ചം കാണാൻ തുടങ്ങുന്നു. മനസ്സിലായില്ലേ? വെളിച്ചം കാണാൻ തുടങ്ങുകയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ എല്ലാവർക്കും, എൻ്റെ ആയാലും നിങ്ങളുടേതായാലും വെളിച്ചം കാണണം, അതാണ് അത്യാവശ്യം. അല്ലാതെ ഇരുട്ടിലേക്ക് പോകാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ? ഇല്ല. ആ ഇരുട്ടിൽ നിന്നാണ് നമ്മൾ വെളിച്ചത്തിലേക്ക് പോകേണ്ടത്. ഇവിടെ വെളിച്ചം കാണാൻ തുടങ്ങുന്നു. ലൈറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ലൈറ്റ് കാണാൻ തുടങ്ങുന്നു, അത് പ്രകാശം കാണാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കണ്ടില്ലേ? തീർച്ചയായിട്ടും അതെ, നിങ്ങൾക്ക് ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാവാം. എന്തിനു വേണ്ടി? പല കാര്യങ്ങൾക്ക് വേണ്ടിയും തീർച്ചയായിട്ടും നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രയത്നത്തിന് നിങ്ങൾക്ക് ഫലം കാണാൻ തുടങ്ങുന്നു. തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും, തീരുമാനമെടുക്കാൻ സാധിക്കും, ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കും പല കാര്യങ്ങളിലും. മനസ്സിലായില്ലേ? ഇവിടെ 7 ചക്രാസിൽ 6ാമതായിട്ട് വരുന്നതാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. അതായത് ഇരുപുരികങ്ങൾക്കും മധ്യേ സ്ഥിതി ചെയ്യുന്ന പർപ്പിൾ കളറിലുള്ള ചക്രയാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. ആറാമിന്ദ്രിയം എന്നും ഇതിന് പേരിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഉണർത്തി കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും ഇതിന് ആക്റ്റീവ് ആകുന്നത്. അതിനെ ആക്ടിവേറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് ലഭിക്കും. നിങ്ങൾക്ക് മുൻപോട്ട് ഭയമില്ലാതെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. അതുപോലെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്ന ഒരവസ്ഥ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിവിടെ ഈ ഡിസ്റപ്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വെളിച്ചം കണ്ടില്ലേ, ഇവിടെ തിരിച്ചറിവുണ്ടാവുന്നു. തിരിച്ചറിവ് എന്ന് പറയുമ്പോഴെന്താണ്? ക്ലാരിറ്റിയാണ് ലഭിക്കുന്നത്. ഏത് കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യവിവരം, കാര്യബോധം നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ഒരു ബോധത്തിലൂടെ മുന്നോട്ട് വരിക. വന്നു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് അടുത്തായിട്ട് വരുന്നത്, എന്താണെന്ന് നോക്കാം. കണ്ടില്ലേ? ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? വിഷസ് ഫുൾഫിൽ ചെയ്യുകയാണ്. ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ്. കണ്ടില്ലേ? ആഗ്രഹ സഫലീകരണം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് വെളിച്ചം കാണാൻ തുടങ്ങുന്നു, തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നു, കാര്യബോധമുണ്ടാകുന്നു, വിവരമുണ്ടാകുന്നു, നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ത് വേണമെന്ന്. അവിടെ അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ ആഗ്രഹം എന്താഗ്രഹമാണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ ജോലി കാര്യത്തിലേക്ക് പോകാമെന്നായിരിക്കാം. ഇതുവരെ എല്ലാം ഉണ്ട്, പക്ഷേ സ്ഥിരമായ ഒരു വരുമാനമുള്ള ജോലിയില്ല. നിങ്ങൾ ചിലപ്പോൾ അതിനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. അതല്ല, ഇനി എല്ലാ കാര്യങ്ങളും ഉണ്ട്, സമ്പത്തുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേറ്റഡ് ആണ്, മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾ പിന്നോട്ടാണ്. എന്താണ്? ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹം നടന്നിട്ടില്ലായിരിക്കാം. നിങ്ങൾ അതിനു വേണ്ടി ചിലപ്പോൾ നോക്കിയിരിക്കുകയാവാം. ഇവിടെ അത് നടക്കാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജി ഉണ്ട്. പിന്നെ അതൊന്നുമല്ല, ചിലപ്പോൾ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ അതിനുള്ളതായിരിക്കാം. അതിനുള്ള ആ ഒരു ആഗ്രഹം സഫലമാകുന്ന എനർജി ആയിരിക്കാം ഇവിടെയുള്ളത്. കണ്ടില്ലേ? ചിലപ്പോൾ ഇനി വീട് വയ്ക്കണം, ചിലപ്പോൾ വീടില്ലായിരിക്കും, ബാക്കി എല്ലാം ഉണ്ട്, വീടില്ലായിരിക്കാം. വീട് വാങ്ങണമെന്ന് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന എനർജി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് സാധ്യമാകുന്നു. ഇപ്പോൾ ഇവിടെ എന്താണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം കുറേ കാലം കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കോഴ്സ് പഠിക്കണമെന്നോ, അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടി പോകണമെന്നോ, അല്ലെങ്കിൽ നോക്കിയിരിക്കുകയാണ് ചില ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആ ഒരു ആഗ്രഹം നിങ്ങൾക്കിവിടെ സഫലമാകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കത് സഫലമാകാനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഇപ്പോൾ സഫലമാകുന്നത് എന്നല്ലേ നമ്മൾ ചോദിച്ചത്. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ആരാണോ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ ഉത്സാഹപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, വേണമെന്ന് അല്ലെങ്കിൽ അത് നേടണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണോ അത് നിങ്ങൾക്ക് വരാനുള്ള സമയമായിരിക്കുന്നു, അത് നേടാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? ഇമോഷണൽ വിത്ഡ്രോവലാണ്. ആഗ്രഹങ്ങൾ സഫലമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? തീർച്ചയായിട്ടും മറ്റുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തിരിയാൻ പറ്റും, അല്ലേ? സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ, കിങ് ഓഫ് സോർഡ്, ദ ഫൂൾ, കിങ് ഓഫ് വാൺസ്. ഇവിടെ എല്ലാം അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ അത് സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, സാമ്പത്തികത്തിൻ്റെതായ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിവിടെ സ്ട്രെങ്ത് കൈവരിച്ച് നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന്. ഇവിടെ നിങ്ങൾ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. 8 ആണ് ശനീശ്വരൻ്റെ അനുഗ്രഹമുള്ള കാർഡാണ്. ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെയെല്ലാം ഈ എടുത്തിരിക്കുന്ന 5 കാർഡ്സും പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സക്സസ് ആണ്. കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. പിന്നീട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ്. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുണ്ടാവാം. ഒരുപാട് പേർ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവർക്ക് ഓടിപ്പോകുന്ന സിംഹത്തെ പോലും മെരുക്കിയെടുക്കാനുള്ള ഒരു ധൈര്യം ലഭിച്ചിരിക്കുന്നു. കണ്ടില്ല? ആ ഒരു ധൈര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹം, ഇൻഫിനിറ്റി സിമ്പലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? 8 എന്നുള്ള നമ്പർ. 8 ശനീശ്വരൻ്റെ അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. നവഗ്രഹങ്ങളിൽ 8ാമത് വരുന്ന ഗ്രഹമാണ് ശനി. അപ്പോൾ ആ ശനീശ്വരൻ്റെ അനുഗ്രഹത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന പദവി, അംഗീകാരം ഒക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം. കാരണം ഇവിടെ കണ്ടില്ലേ, ലൈറ്റ് പ്രകാശം കാണുന്നു. തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ, ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്, ആഗ്രഹ സഫലീകരണം. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഇതൊക്കെ വരുന്നത്? സോറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ദൃഢനിശ്ചയം വേണം, ഇച്ഛാശക്തി വേണം, ലക്ഷ്യബോധം വേണം. എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ബോധം വേണം. മനസ്സിലായില്ലേ? ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾക്ക്, പക്ഷേ അതിലേക്ക് എത്തിച്ചേരണ്ടേ? അപ്പോൾ അതിനുള്ള ഒരു ബോധം വേണം, അതിനുള്ള പരിശ്രമം വേണം. തീർച്ചയായിട്ടും ക്ഷമ വേണം, സഹനശക്തി വേണം, എല്ലാം വേണം. എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത്യാവശ്യമായി നിങ്ങൾ നേടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദ വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടില്ലേ, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ 10 എന്നുള്ള നമ്പറാണ് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ തുടക്കമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിൻ്റെ തുടക്കം വരുന്നുണ്ട്. അത് എങ്ങനെയുള്ള തുടക്കമാണ്? സമൃദ്ധിയിലേക്ക് പോകുന്നതാണ്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ജീവിതം അടിമുടി മറിയുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് സക്സസ് നേടിത്തരുന്നതാണിത്. അത്രമാത്രം നല്ല അനുഗ്രഹത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഭാഗ്യത്തിൻ്റെ വീല് മുന്നോട്ട് ഉരുളുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുമ്പോൾ, ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതുമയിലേക്കുള്ള തുടക്കമാണ്. പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുകയാണ്. ആഗ്രഹം
സഫലമാകുന്ന എനർജിയാണ്. ഇവിടെ ആഗ്രഹം സഫലമാകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് കാണുന്നത്. ആഗ്രഹം സഫലമാകുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നന്നായിട്ട് പരിശ്രമിക്കുന്നവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ കിങ് ഓഫ് സോഡ്സാണ് പിന്നീട് വന്നിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുടെ എനർജിയാണിത്. കിങ് ആവുകയാണ്. കണ്ടില്ലേ, ഇവിടെ പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. കണ്ടില്ലേ, ഇവിടെ അത് ചുറ്റിനും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്, അതിനെല്ലാം വകവെച്ച് അതിനെല്ലാം തോൽപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ നേടിയെടുക്കും. ചില വിവാഹ കാര്യങ്ങളാവാം, ചിലപ്പോൾ അന്യമതസ്ഥരായിരിക്കാം, വീട്ടുകാർ സമ്മതിക്കുന്നില്ലായിരിക്കാം. അവന് സമ്മതിക്കാത്ത വീട്ടുകാരെ പറഞ്ഞു സമ്മതിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങുകയാണ്. ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങുന്ന എനർജിയാണ് ഇവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലുണ്ടെങ്കിൽ, ധൈര്യം എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങളിലുണ്ടെങ്കിൽ മനസ്സിന് നിങ്ങൾ ധൈര്യം കൊടുക്കുക. മനസ്സിന് ധൈര്യമില്ലെങ്കിൽ ഒരു കാര്യവും സാധിക്കുകയില്ല. പിന്നോട്ട് പോവുകയുള്ളൂ, പരാജയങ്ങളിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ മനസ്സിന് ധൈര്യം നേടുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്കത് നേടിയെടുക്കണമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക. അത് നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാകും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇത് ഫൂൾ കണ്ടില്ലേ, ജീവിതത്തിൽ പുതിയതായിട്ട് ദൈവാനുഗ്രഹം വന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോവുകയാണ്. ഇവിടെയും പുതിയ തുടക്കമാണ് വന്നിരിക്കുന്നത്. ഇവിടെ പുതിയ തുടക്കം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെയൊക്കെ പുതിയ തുടക്കം വന്നിട്ടുണ്ട്. 1+9 10 കണ്ട് ലൈറ്റ് പ്രകാശം കാണാൻ തുടങ്ങി. എവിടെയും തുടക്കമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം നല്ല തുടക്കങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. നല്ല ലൈഫിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരികയാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമായിക്കൊണ്ട് ഇവിടെ പുതിയ ജീവിതം തുടങ്ങാൻ തന്നെ എല്ലാ യൂണിവേഴ്സിനെ സമർപ്പിക്കുകയാണ്. എല്ലാ യൂണിവേഴ്സിനെ വിശ്വസിക്കുകയാണ്. ഫെയ്ത്താണ്, ഉറച്ച ഫെയ്ത്ത്, ഉറച്ച വിശ്വാസം. ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഉറച്ച വിശ്വാസവുമുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട്? എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയും പുതിയ തുടക്കത്തിലേക്കാണ് വരുന്നത്. ഇവിടെയോ കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. കരിയർ ലൈഫ് കണ്ടില്ലേ, സമൂഹത്തിൽ ഒരുപാട് വിലയും നിലയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, ആദരവ് ലഭിക്കാൻ പോകുന്നു. കണ്ടില്ലേ, ഇവിടെ എന്താണ് കരിയർ സംബന്ധമായ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉന്നതി വരാൻ പോകുന്നുണ്ട്. നല്ലൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ ഇതുവരെയും ജോലി ടെമ്പററി ആയിട്ട് ചെയ്തിരുന്നു, അത് നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് ലഭിക്കാനുള്ള ഒരു സാധ്യത വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊമോഷൻ കിട്ടുന്ന ഒരു സാധ്യതയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. നിങ്ങളതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് പോകുന്നു, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുന്നു. എന്താണോ നിങ്ങളിവിടെ ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നത്, നിങ്ങളുടെ കരിയർ സംബന്ധമായ ലൈഫിൽ നിങ്ങളിവിടെ എന്താണോ ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നത്, അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു. അതുവഴി നിങ്ങളെ സൊസൈറ്റിയിൽ അറിയപ്പെടാൻ തുടങ്ങുന്നു, സൊസൈറ്റിയിൽ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ശനീശ്വരൻ്റെ അനുഗ്രഹം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ സൊസൈറ്റിയിലെ അംഗീകാരവും പദവിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയം അടുത്തിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. നമുക്ക് ചാൻസ് നോക്കാവേ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കും. കണ്ടില്ലേ, ഉയർന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹത്തിലാണോ ഇപ്പോൾ നിങ്ങൾ
ചിന്തിച്ചിരിക്കുന്നത്? എന്ത് വേണമെന്നാണോ നിങ്ങളിപ്പോൾ ഇതിനെ ആഗ്രഹിച്ചിരിക്കുന്നത്? ഏതിലേക്കാണോ നിങ്ങളിപ്പോൾ നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നത്? അവിടെ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നു. ഇവിടെ സ്ട്രെങ്ത് വന്നപ്പോഴും പറഞ്ഞു സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല വിലയും നിലയും ഒക്കെ വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല വിലയും നിലയും ലഭിക്കാൻ പോകുന്നു. ദ സ്റ്റാറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു താരമായി മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പദവിയിലേക്ക് എത്തപ്പെടാൻ കഴിയും. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ ലൈറ്റ് വന്നിട്ടുണ്ട്, ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർ ആവാൻ സാധിക്കുന്നു. നിങ്ങൾക്കൊരു താരമായി തിളങ്ങാനും അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് പോകാനും സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ണിൽ ഇവിടെ ഔളായിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്സിലേക്ക് പോകാനുള്ളത് എന്തെങ്കിലും കാര്യത്തിൽ തടസ്സങ്ങളുണ്ടോ, അവിടെ നിങ്ങൾ ഒരു ബുദ്ധിയുള്ള ഒരു ഫ്രണ്ടിൻ്റെ അഡ്വൈസ് തേടുന്നത് ഏറ്റവും നന്നായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വ്യക്തിയുടെ ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശം നേടാവുന്നതാണ്. അപ്പോൾ ആ മറ്റുള്ളവരുടെ ഉപദേശം നേടുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാവണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ എത്തരത്തിലുള്ള വ്യക്തിയാണ് എന്ന് നോക്കിയിട്ട് വേണം അയാളോട് അഡ്വൈസ് തേടാൻ. ഉപദേശം നേടുമ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെയുള്ള വ്യക്തികളോടാണ് ചോദിക്കേണ്ടത്? അയാൾ ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണോ എന്ന് ഒന്ന് തിരക്കണം. പിന്നെ അതുപോലെ പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയാണോ എന്നും അന്വേഷിക്കണം, അല്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ട്രീ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫാമിലി മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഫാമിലി മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും കുടുംബത്തിലെ അന്തരീക്ഷം സമാധാനപൂർവ്വം ആക്കുക, സന്തോഷമുള്ളതാക്കി തീർക്കുക, ശാന്തിയുള്ളതാക്കി തീർക്കുക. അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ സക്സസ് ലഭിക്കും. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കാൻ തുടങ്ങും. അവിടേക്കാണ് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കാൻ തുടങ്ങുന്നത്. ദൈവാനുഗ്രഹം കടന്നു വരുന്നത് അത്തരത്തിലുള്ള മൈൻഡിലേക്കാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. മനസ്സിലായില്ലേ? ഓരോരുത്തരടുത്ത് മാറി മാറി ഇരുന്ന് കഴിഞ്ഞാൽ എവിടെയാണ് സന്തോഷം വരുന്നത്, ഇമ്പം വരുന്നത് എവിടെയാണ്? അതുകൊണ്ട് ഒന്നിച്ച് ചേർന്ന് സംസാരിക്കാനും ഒന്നിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒന്നിച്ച് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും സമയം കണ്ടെത്തണം. തീർച്ചയായിട്ടും അതിലൂടെയാണ് സന്തോഷം ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളത് തീർത്ത് വയ്ക്കണം, അത് മാറ്റിയെടുക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിനൊരു തുടക്കം വരികയാണ്, നല്ല തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ വിധി മാറി മറിയുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യം വരുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ചിലപ്പോൾ നല്ലൊരു ജോലി ലഭിക്കുന്നത്, പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം നല്ലൊരു വിവാഹം നടക്കുന്നത്, എന്തെങ്കിലും സ്ഥലം വാങ്ങിക്കാനോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ സാമ്പത്തികം വന്നു ചേരാം, അല്ലേ? ചിലപ്പോൾ ഒരു ലോട്ടറി എടുത്തു, അപ്രതീക്ഷിതമായിട്ടായിരിക്കണം അതെടുത്ത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കതിൽ എന്തെങ്കിലും ചെറിയ തുക കിട്ടിയിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് സന്തോഷത്തിലേക്കുള്ള സമയം അടുത്തിരിക്കുകയാണ്. പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കാത്ത സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നല്ല ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫ്രൂട്ട്ഫുള്ളാണ്. ഇവിടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട്. ഇവിടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നത് കണ്ടില്ലേ? ഇവിടെ ഇലയും പൂവും കായും എല്ലാം കൂടി ഒരു വൃക്ഷത്തിൽ എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴല്ലേ അവിടെ അത് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവുക. ഒരു വൃക്ഷത്തിൽ ഇലകൾ മാത്രം നിൽക്കുന്നതിലും നല്ലത് അതിൽ കുറച്ച് പൂക്കളും കുറച്ച് പഴങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ എന്താ നല്ലൊരു ഭംഗി, അല്ലേ? അവിടെയാണ് ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചില സന്തോഷങ്ങൾ
സന്തോഷങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞ് ജനിക്കാനുള്ള സമയമായിരിക്കുന്നു. ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകാം, അത് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്. ചിലപ്പോൾ ഒരു വീട് എവിടെയെങ്കിലും ചിലപ്പോൾ വാടകയ്ക്ക് കഴിഞ്ഞിരിക്കുന്നവർക്ക് പുതിയതായിട്ട് വീട് വാങ്ങിക്കാനൊക്കെ ആഗ്രഹിച്ചിട്ട് അങ്ങനെ നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജിയും ഉണ്ടാവാം. അത് സാധ്യമാകുമ്പോൾ തന്നെ എന്താണ്, നിങ്ങൾക്ക് സന്തോഷമാണ് അല്ലേ? അത്തരത്തിലുള്ള ചില സന്തോഷം അനുഭവിക്കാനുള്ള സമയം ആയിരിക്കുന്നു. അതുപോലെയാണ് കുഞ്ഞിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ആ ഒരു കുഞ്ഞിൻ്റെ ജനനം ഒരുപാട് സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ട് സന്തോഷിക്കുക, വീട്ടിൽ ചിലപ്പോൾ കുട്ടികളെ കൊണ്ടുള്ള സന്തോഷം അനുഭവിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കണ്ടില്ലേ, ഇവിടെ എന്താണ്, ഇവിടെ തയ്യൽ മെഷീനാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിൽ പലരും ചിലപ്പോൾ മെഷീൻ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അത് സാധ്യമാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തയ്യൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള സമയമുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊരു പുതിയ ജോലി, ഇതൊന്നുമല്ല, ഒരു പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ വരുമാന വർധനവിന് വേണ്ടി എന്തെങ്കിലും ഒരു ജോലി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു സംരംഭം തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം കുറച്ചു കാലം കൊണ്ട്. അതിന് മുന്നിട്ട് ധൈര്യമില്ല, മുന്നിട്ട് ഇറങ്ങാൻ ധൈര്യമില്ല. പക്ഷെ അതിപ്പോഴായിരിക്കാം നിങ്ങൾക്കത് തുടങ്ങണമെന്ന് തോന്നുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ തുടങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് നിങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയും. ഇവിടെ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ കാണുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളൊന്ന് തുടങ്ങി വെക്കുക. ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ആവാം, ചിലപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഊണ് നടത്തുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസ് നടത്തിയിട്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതിനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ക്ഷമയോടുകൂടി, എന്താണ്, ടോർട്ടോയ്സാണ് കണ്ടില്ലേ, ഇവിടെ ക്ഷമയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ക്ഷമയെന്ന് പറയുന്ന ഒരു 2 അക്ഷരമുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ സക്സസ് ഉണ്ടാകും. എടുത്ത് ചാടി ഒന്നിലും പുറപ്പെടാൻ പാടില്ല, ധൃതി ഒന്നിനും പാടില്ല. കാരണം ധൃതി പിടിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എല്ലാം തകിടം മറിയും, ഒന്നും കിട്ടാതെ പോകും. അതുകൊണ്ട് ക്ഷമയോടുകൂടി കുറച്ചൊന്ന് ആലോചിച്ചിട്ട് മുന്നോട്ട് പതിയെ പോയി കഴിഞ്ഞാൽ, പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ലേ, അപ്പോൾ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും, അത് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാതെ ധൃതി ഒന്നിനും നല്ലതല്ല, ദേഷ്യം ഒന്നിനും നല്ലതല്ല. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, അത് നിങ്ങളെ തന്നെ വിഷമത്തിലാക്കും. നിങ്ങളുടെ തന്നെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എനർജി ചോർന്നു പോകത്തേ ഉള്ളൂ. കൂടുതൽ ദേഷ്യം കാണിച്ചിട്ടൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടുതലായിട്ട് ദേഷ്യം, ഞാൻ വലിയൊരാൾ എന്നുള്ള നിലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ധൃതി പിടിക്കേണ്ട, എല്ലാത്തിനും ഒരു സമയമുണ്ട്. നിങ്ങളിലേക്ക് ആ സമയം എത്തിച്ചേരാൻ ആയിട്ടുണ്ട്. ആ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് മനസ്സിന് സമാധാനം സന്തോഷം ഒക്കെ ലഭിക്കണമെങ്കിൽ അല്പമൊന്ന് സാവകാശത്തിൽ ക്ഷമ ശീലിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ക്ഷമയോടുകൂടി അത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഏറ്റവും നല്ല ഒരു ശ്രോതാവാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഗുണമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഗുണമാണ് ഒരു ശ്രോതാവാകുക, നല്ലൊരു ശ്രോതാവാകുക എന്നുള്ളത്. ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിന് ചാടിക്കടന്ന് മറ്റൊരു കാര്യം കൊണ്ടിടുകയല്ല വേണ്ട. ചിലരുണ്ട് ഒന്നും പറയാൻ സമ്മതിക്കില്ല, എപ്പോഴും അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. കാര്യം ഞാൻ വലുത് എന്നുള്ള ഭാവമല്ലേ, അങ്ങനെ പാടില്ല. എപ്പോഴും വിനയമുള്ളവർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കും. അങ്ങനെ ശ്രദ്ധയോടുകൂടി ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ മറുവഴിക്കുള്ളത് മറു സൈഡിലുള്ള ആൾ പറയാൻ തയ്യാറായിട്ടിരിക്കും. അവർക്കത് പറയാൻ തോന്നും, അവർക്ക് സ്നേഹം തോന്നും, ബഹുമാനം തോന്നും നിങ്ങളോട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത് ശീലിക്കാൻ ശ്രമിക്കുക. ഇവിടെ വന്നിരിക്കുന്നത് ഈഗിളാണ്. കണ്ടില്ലേ, എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്നും കടന്നു പോകാൻ സമയമായിരിക്കും. ഈഗിൾ കൊണ്ടുവരുന്നത് എന്താണ്, ഇതൊരു ബേഡാണ്, ഈഗിളിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈഗിൾ പറയുന്നത് എന്താണ്, ഈഗിളിൻ്റെ കഴിവെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഈഗിൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിനെ കൈപ്പിടിയിൽ ഒതുക്കും, അതിനെ ചുണ്ടിൽ എടുത്തിരിക്കും അത് അല്ലേ? എത്രയോ ഉയരത്തിലൂടെ പറന്നു പോകുന്ന ഒരു പക്ഷിയാണ് ഈഗിളെന്ന് പറയുന്നത്. അത് എത്രയോ താഴെ നിൽക്കുന്ന കോഴിക്കുഞ്ഞിനെ സ്പീഡിൽ കൊത്തിയെടുത്തുകൊണ്ട് പോവില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് അവിടെ നിന്ന് ലക്ഷ്യം നോക്കി വരികയാണ്.
ഇതാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ഒരു സാധനമാണ് ഇതിനെ പിക്കപ്പ് ചെയ്യുക, മനസ്സിലായില്ലേ? ഇതിനെ പിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ലക്ഷ്യബോധമുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ വേണം, അതുപോലെ ലക്ഷ്യബോധമുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈഗിളിനെ പോലെ നിങ്ങൾക്കും പറന്നുയരാം, നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ കൊത്തിയെടുക്കാൻ സാധിക്കും, കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യൂ, അനുവർത്തിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.